പേടിഎം പേയ്മെന്റ്സ് ബാങ്കിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായി വളരെ വലിയ രീതിയിലുള്ള ഇടിവാണ് പേടിഎമ്മിന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഏകദേശം 50% ഇടിവ് പേടിഎം രേഖപ്പെടുത്തി. ലിസ്റ്റിംഗ് തൊട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 77% ഈ ഇടിവ് വരുന്നത്. പേടിഎം അഭിമുഖീകരിക്കുന്നത് പ്രധാനമായും 2 പ്രശ്നങ്ങളാണ്. അതിൽ ആദ്യത്തേത്, കേന്ദ്ര ബാങ്കിന്റെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് ഫെബ്രുവരി 29 ശേഷം പേടിഎമ്മിന് ഒരു രീതിയിലുള്ള ഡെപ്പോസിറ്റുകളോ അല്ലെങ്കിൽ ലോൺ പ്രൊഡക്റ്റുകളോ ഒന്നും ഡീൽ ചെയ്യാൻ സാധിക്കില്ല. എന്തിനധികം പേടിഎമ്മിന് ഫാസ്ടാഗ് പോലും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. ഇതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് റെപ്യൂട്ടേഷണൽ റിസ്ക് ആണ്. നമുക്കറിയാം, ബാങ്കിങ് പോലെയുള്ള ഈ ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ബിസിനസ്സിലൊക്കെ ട്രസ്റ്റ് എന്നുള്ളത് വളരെ വലിയൊരു ഘടകമാണ്. ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇഷ്യൂസ് പേടിഎം അഭിമുഖീകരിച്ചത് കൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലൊരു റെപ്യൂട്ടേഷണൽ റിസ്ക് പേടിഎമ്മിന് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് പല റേറ്റിംഗ് ഏജൻസികളും, ഇപ്പം നമ്മൾ മോട്ടിലാൽ ഒസ്വാൾ നോക്കുകയാണെങ്കിലും അതുപോലെ ഗോൾഡ്മാൻ സാക്സ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ റീസെന്റ് വന്ന ഈ മെക്കറിയുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിലും ഒക്കെ വളരെ വലിയ രീതിയിലൊരു ഡൗൺഗ്രേഡ് ആണ് ഇത്തരം ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനികൾ പേടിഎമ്മിന് നൽകിയിട്ടുള്ളത്. 200-ഡേ മൂവിംഗ് ആവറേജിനും വളരെ താഴെയാണ് പേടിഎമ്മിന്റെ ഓഹരി കഴിഞ്ഞ കുറെ കാലമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് വസ്തുതകൾ ഉണ്ട് എങ്കിലും മോർഗൻ സ്റ്റാൻലിയെ പോലെയുള്ള വലിയ ഇൻവെസ്റ്റേഴ്സും നമ്മളെയൊക്കെ പോലെയുള്ള പല റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും പേടിഎമ്മിന്റെ ഓഹരി വളരെ വലിയ രീതിയിലാണ് വാങ്ങിക്കൂട്ടുന്നത്. യെസ് ബാങ്കിന്റെ പ്രതിസന്ധിയും അതുപോലെ തന്നെ അദാനിയുടെ ഇത്തരത്തിലുള്ള പല അലിഗേഷൻസും ഒക്കെ കണ്ട ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു പേടിഎമ്മിന്റെ ഇഷ്യൂയും വളരെ വലിയ രീതിയിൽ എടുക്കാത്തത് കൊണ്ടാണോ ഇത്തരത്തിലൊരു പ്രതിഭാസം ഇന്ത്യൻ ഓഹരി വിപണിയിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2023 നവംബർ മാസം ഏകദേശം 600 കോടി രൂപയുടെ നഷ്ടം സഹിച്ച് വാരൻ ബഫറ്റ് എക്സിറ്റ് ആയ ഒരു കമ്പനിയിലാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ രീതിയിലൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. ഇതിനു മുന്നേ പല രീതിയിലുള്ള റെഗുലേറ്ററി ഇഷ്യൂസ് ഫേസ് ചെയ്ത കമ്പനിയാണ് പേടിഎം. 2022 മാർച്ച് മാസത്തിലാണ് പുതിയ കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് ചെയ്യുന്നതിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവരെ താൽക്കാലികമായിട്ട് വിലക്കിയത്. അതേ വർഷം തന്നെ നവംബർ മാസത്തിലാണ് പുതിയ മെർച്ചൻസിനെ ആഡ് ചെയ്യുന്നതിൽ നിന്നും വീണ്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവരെ ബാൻ ചെയ്തിട്ടുള്ളത്. 2023 ഒക്ടോബർ മാസം വന്നപ്പോൾ വീണ്ടും ഇവർക്ക് KYC റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഇഷ്യൂസും അതുപോലെ തന്നെ റെഗുലേറ്ററി കാര്യങ്ങൾ ഫോളോ ചെയ്യാത്തതിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏകദേശം 5 കോടിയോളം രൂപയുടെ പെനാൽറ്റി ഇമ്പോസ് ചെയ്തതും നമ്മൾ കണ്ടതാണ്. പേടിഎമ്മിന്റെ ഈ ഒരു റെഗുലേറ്ററി ഇഷ്യൂസിന് മുകളിലുള്ള ഈ ഒരു പ്രതിസന്ധി മാറ്റിവെച്ചാൽ പോലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്ത് ഈ അടുത്തിടെയായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അൺസെക്യൂർഡ് ലോണുകളുടെ മുകളിലുള്ള നിയന്ത്രണങ്ങളും പേടിഎമ്മിന് വളരെ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ ബ്രോക്കറേജ് ഫേം ആയിട്ടുള്ള ജെഫറീസ് പേടിഎമ്മിന്റെ ഫൈനാൻഷ്യൽ സർവീസസ് പോർട്ട്ഫോളിയോയ്ക്ക് വളരെ വലിയ രീതിയിലൊരു പ്രത്യാഘാതമായിരിക്കും വരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന് സ്റ്റേറ്റ് ചെയ്തത്. പേടിഎമ്മിന്റെ QR കോഡ് സംവിധാനമൊക്കെ ഒരു തേർഡ് പാർട്ടി ബാങ്കുമായിട്ട് ഈ ഫെബ്രുവരി 29 ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെഡ് ലൈനിന് മുന്നേ ഒരു തേർഡ് പാർട്ടി ബാങ്കുമായിട്ട് ഒരു ഡീലിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് പേടിഎമ്മിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അങ്ങനെ ആ ഒരു ഡീൽ നടക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ലെവലിൽ നിന്നും ഒരു സ്ലൈറ്റ്ലി ഉള്ള ഒരു പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അതൊരു റിസ്കി ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ്. അത് നടന്നാൽ പോലും മേ ബി സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ അത്തരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി മേ ബി എടുക്കുവാൻ സാധിക്കുമായിരിക്കും എന്നുള്ളതാണ് ഇതോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. പക്ഷേ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പേടിഎം കൺസിഡർ ചെയ്യാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ പ്രസക്തമാണ്. ഇത് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് സുപ്രധാന കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അലിഗേഷൻസും ഈ റെഗുലേറ്ററി ഇഷ്യൂസും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ ഒരു ട്രസ്റ്റ് പേടിഎം ടു സം എക്സ്റ്റെന്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഏതൊരു പ്ലാറ്റ്ഫോം ആയാലും ഈ കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ്, എസ്പെഷ്യലി ഫൈനാൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫൈനാൻഷ്യൽ പ്ലാറ്റ്ഫോംസിന്റെ ഒക്കെ വളരെ ഒരു ബേസ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസ് എന്നുള്ളത് ട്രസ്റ്റ് ആണ്. അത് മൾട്ടിപ്പിൾ ടൈം ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ എത്രമാത്രം കസ്റ്റമേഴ്സ് ഈ പ്ലാറ്റ്ഫോം ലീവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടതാണ്. അത് ഒരു പ്രധാനപ്പെട്ട ചലഞ്ചാണ്. രണ്ടാമതായിട്ട് നമുക്കറിയാം, ഈ ഒരു സിമ്പിൾ അലിഗേഷന് പുറമെ, അതായത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോളോ ചെയ്തില്ല എന്നുള്ള അലിഗേഷന് പുറമെ മണി ലോണ്ടറിംഗ് പോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള അക്യൂസേഷൻസ് ആണ് ഇപ്പോൾ കമ്പനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിലൊരു ക്ലാരിറ്റി വരുന്നത് വരെ പേടിഎമ്മിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിന് വളരെ വലിയ രീതിയിലുള്ള അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതോടൊപ്പം പറയാനുള്ളത്. മാത്രമല്ല, ഈ പേടിഎമ്മിന്റെ ഈ പേയ്മെന്റ്സ് ബാങ്കിന്റെ ബിസിനസ് മോഡൽ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് ടു സം എക്സ്റ്റെന്റ് ഒരു ഫെയിൽഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ഈ പേയ്മെന്റ്സ് ബാങ്ക് എന്നുള്ളത്.
കാരണം നമുക്കറിയാം ഈ ഒരു പേയ്മെന്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ട് ലോണുകൾ കൊടുക്കാനുള്ള അവകാശമില്ല. അവരൊരു തേർഡ് പാർട്ടി ബാങ്കുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് മാത്രമേ അവർക്ക് ലോണുകൾ സാങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമതായിട്ട് UPI ട്രാൻസാക്ഷൻസ് ഇവർക്ക് ചെയ്യാമെങ്കിലും UPI ട്രാൻസാക്ഷൻസിന് ഇതുവരെ ചാർജസ് ഈടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. മേ ബി മെർച്ചൻസിനൊക്കെ അത് അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് വരുമായിരിക്കും. പക്ഷേ നോർമൽ ഒരു റീറ്റെയിൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ചാർജസ് ഇവർക്ക് ഈടാക്കാൻ സാധിക്കുന്നതല്ല. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് നമുക്കറിയാം, ഇവരുണ്ടാക്കുന്ന ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ കൊണ്ട് ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലിലല്ല ഇപ്പോൾ ഈ പേയ്മെന്റ്സ് ബാങ്ക് ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ലോങ് ടേം പ്രോസ്പെരിറ്റി നോക്കുമ്പോഴും നമുക്കൊരു അൺസർട്ടനിറ്റി ഇവരുടെ എൻറ്റയർ ബിസിനസ് മോഡലിൽ കാണാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ഇഷ്യൂസ് ഏകദേശം 300 to 500 ക്രോസിന്റെ ഇമ്പാക്ട് EBITDAയിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് Paytm ക്ലാരിഫൈ ചെയ്തിട്ടുള്ളത്. അതും വളരെ വലിയ രീതിയിലുള്ളൊരു ഇഷ്യൂ ആണ് Paytmനെ സംബന്ധിച്ചിടത്തോളം. 200-day മൂവിംഗ് ആവറേജിന് താഴെ വളരെ കാലമായിട്ട് ട്രേഡ് ചെയ്യുന്ന, റെഗുലേറ്ററി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന, IPOയുടെ കാലം തൊട്ടിട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു ക്രാഷ് സ്റ്റോക്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, പേയ്മെന്റ്സ് ബാങ്ക് പോലെയുള്ള ഒരു ബിസിനസ് മോഡലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന Paytmന്റെ ഷെയർസ് ലോങ് ടേമിലേക്ക് വാങ്ങണമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അതുകൊണ്ട് തന്നെ വളരെ അപ്രസക്തമാണ് എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. ട്രേഡിങ്ങിന് മേ ബി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കറിയാം. യെസ് ബാങ്കിന്റെ കേസിലാണെങ്കിലും അദാനിയുടെ കേസിലാണെങ്കിൽ പല ന്യൂസുകളും വരുമ്പോഴും സ്വിംഗ് ട്രേഡേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റി ഒക്കെ Paytmൽ നമുക്ക് ഉണ്ടാവാം. ഈ ഫെബ്രുവരി 29 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡെവലപ്മെന്റ് വരികയാണെങ്കിൽ വീണ്ടും ഒരു പുൾ ബാക്ക് ഒക്കെ നമുക്ക് ഈ ലെവലിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷെ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് ഈ Paytmൽ ഉണ്ടാക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആസ് എൻ ഇൻവെസ്റ്റർ ഞാൻ എന്തായാലും ഈ സ്റ്റോക്കിൽ നിന്നും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്നും മാറി നിൽക്കും. പക്ഷേ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാവും. പക്ഷേ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് കംസ് വിത്ത് ഹെവി പ്രൈസസ് ആൻഡ് ഹെവി റിസ്ക്. സോ ഇത്ര മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ അശ്വിൻ അലോറ. നന്ദി, നമസ്കാരം.